ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറച്ചൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ആണ് ഈ വീഡിയോ, എന്നാലും നമുക്കിതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. അതേപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭയങ്കര ട്രോമ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു ഗേളി ടോക്കാണ് എന്ന് വെച്ച് ബോയ്സിനെ കണ്ടുവിടാന്നില്ല. കാണാം, കാണാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഫസ്റ്റ് ടൈം പീരിയഡ്സ് ആയത് ഞാൻ ഫിഫ്ത്തിൽ പഠിക്കുന്ന സമയത്ത്, ഫിഫ്ത്ത് കഴിഞ്ഞു, ഫിഫ്ത്തിൻ്റെ വെക്കേഷൻ സമയത്താണ് എനിക്ക് ഇതാവുന്നത്, ഈ പീരിയഡ്സ് ആവുന്നത്. അന്ന് എനിക്കിതത്ര പ്ലസന്റ് എക്സ്പീരിയൻസ് ഒന്നും അല്ല, കാരണം ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റൊക്കെ ടോയ്ലറ്റിൽ പോയ സമയത്ത് ബ്ലഡ് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ടും ഞാൻ മരിക്കും, എനിക്കെന്തോ ബ്ലഡ് ക്യാൻസർ ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഇത്രയും വലിയൊരു രോഗം എനിക്കുണ്ടെങ്കിലും ഞാനത് ആരോടും പറഞ്ഞില്ല. വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ തൂത്തും തുടച്ചും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം ഞാൻ നടന്നു. അതായത് ഒരു 3 ദിവസം. എന്നിട്ട് തീരുന്നില്ലല്ലോ. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തീർന്നു. അങ്ങനെ ഒരു മാസം കടന്നുപോയി. ഞാൻ ആരോടും പറഞ്ഞില്ല. കരഞ്ഞും 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 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ആരും കാണാതെ കരഞ്ഞും മറ്റും ഞാൻ എൻ്റെ ദുഃഖം എന്നിൽ കടിച്ചമർത്തി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ആരോടും പറയുന്നില്ല. ഈവൻ അമ്മയോട് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞേയില്ല. മാത്രമല്ല, അമ്മ ഇത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത മാസം ഇത് വീണ്ടും വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇത് രക്ഷയില്ല, ഇതെന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്, എന്തെങ്കിലും ചെയ്യണം. ഞാൻ കരഞ്ഞ് വിങ്ങി പൊട്ടി അമ്മയോട് പറഞ്ഞു. കാരണം നമുക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ലല്ലോ, ഇത് അമ്മയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ആ സമയത്ത്. അപ്പം അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. അന്ന് അമ്മ പാഡല്ല, ക്ലോത്താണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്ന രീതിയും അത് കെട്ടി വെക്കുന്നതും ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്ന്, ഇങ്ങനെ ചെയ്യണം, ഇത് നമുക്ക് എല്ലാ മാസവും വരും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ചങ്ക് തകർന്നു പോയി. ഓക്കെ, ഇത് 1 മാസം വന്നു, 2 മാസം വന്നു, ഇനി എല്ലാ മാസവും വരുമോ? അതും 7 ദിവസം. നമ്മൾ മരിച്ചു പോവില്ലേ അമ്മേ? ഇത്രയും ബ്ലഡൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി നമ്മൾ മരിച്ചു പോവില്ലേ? ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ സംശയം. പിന്നെ ചിലരൊക്കെ ഇത് ഭയങ്കര ആഘോഷമായിട്ട് വീട്ടിൽ നടത്താറുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. മധുരമൊന്നും ഞാൻ കഴിച്ചിട്ടുമില്ല. ഞാൻ അല്ലാണ്ട് കുറേ ബേക്കറി ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ചടങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇതിലൊരു റോളും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ ഈ സീനിലേ ഇല്ല. ഈ സംഭവം എനിക്ക് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിൽ. കാരണം 5ാം ക്ലാസ്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മാത്രം എന്താ ഇങ്ങനെ. പിന്നെ ഈ പീരിയഡ്സ് ആയ ആ ഒരു വർഷം തന്നെ എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു ട്രോമയായിരുന്നു. കാരണം ഇത് ഇനി എല്ലാ മാസവും സഹിക്കണമല്ലോ, എല്ലാ മാസവും ഇത് വരുമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വരുത്തി വെക്കാത്ത പ്രശ്നങ്ങളില്ല. അമ്മ വീട്ടിൽ നിൽക്കാൻ പോകാറുണ്ടായിരുന്നു. അവിടെ വല്യച്ഛനും വല്യമ്മയും അമ്മയുടെ ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം അവിടെ ചെന്ന സമയത്ത് ഈ പീരിയഡ്സ് ആയി. അപ്പൊ എനിക്കിത് എപ്പോൾ ആകുന്നോ, ഇത് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യും, ഇതൊന്നും എനിക്ക് അന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ആ ഈ സമയത്ത് ഈ പാഡും ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ആയ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ചേച്ചിയോട് ഇത് പറയാൻ എനിക്ക് അത്ര ഒരു ഫ്രീഡം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. സെക്കൻഡ് ഡേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ എനിക്ക് എടുത്തു തന്ന് ഞാനത് യൂസ് ചെയ്തു. പക്ഷെ അമ്മയുടെ ചേച്ചിയുടെ വിചാരം എന്താ, ഞാൻ കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ ബ്ലീഡിങ്ങും കുറച്ചായിരിക്കും, ചെറിയൊരു പീസ് ഓഫ് ക്ലോത്ത് ഇത് മതിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അതിനനുസരിച്ചുള്ള ക്ലോത്ത് മാത്രമേ തരത്തുള്ളൂ. എനിക്കാണെങ്കിൽ ബ്ലീഡിങ് ഇരട്ടിയും. ഇതാരും പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. ബ്ലീഡിങ് മാത്രമോ, ഈ വണ്ണത്തിലുള്ള ക്ലോട്ടായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു വഴി ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ പറയാം. പൊട്ടത്തരങ്ങളാണെന്ന് ചോദിച്ചാൽ എനിക്കന്ന് വേറെ വഴിയില്ലായിരുന്നു. അമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, അവര് എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ഏതൊരു വെക്കേഷൻ ടൈമിലെന്തോ ആയിരുന്നു അത്, ഓണത്തിൻ്റെ ടൈമിലോ എന്തോ ആയിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന സമയത്ത് ഇങ്ങനെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലോട്ട് തുണിയിലേക്ക് വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് നിറഞ്ഞ് നമ്മുടെ ദേഹത്തൊക്കെ ആവുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലോട്ട് വരുമ്പോൾ ഇത് കയ്യിലോട്ട് എടുത്ത് ദൂരോട്ട് കളയും, പറമ്പിലോട്ട് കളയും.
ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? എത്ര പ്രാവശ്യം ആ ക്ലോട്ട് കിട്ടുന്നു ആ ക്ലോട്ട് ഞാൻ കയ്യിലെടുക്കും, കളയും. കാരണം ഈ വലിപ്പമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുറകേ നടന്ന് ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയും എനിക്ക് ഏഹ്, എന്താണ് നമ്മളെ വഴക്ക് പറയും, അങ്ങനത്തെ ഒരു കളിയാക്കുന്ന ആ ഒരു ഇതൊക്കെ ചെയ്തു. അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. അവരൊക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. മേ ബി അവർക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നോ ഇവർക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അതെനിക്ക് ഇന്നും മനസ്സിൽ നിന്ന് മായാത്തൊരു വേദനയാണ്. അതിനുശേഷമാണ് അടുത്ത എക്സ്പീരിയൻസ്, അതായത് ഞാൻ സ്കൂൾ മാറി വേറൊരു സ്കൂളിലേക്ക് പോയി ആ സ്കൂളിൽ ടൂർ പോകുന്ന സിറ്റുവേഷൻ. ഇനി അതൊന്ന് കേട്ട് നോക്കാം. ആ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഈ പീരീഡ്സ് ആയത് എനിക്ക് മാത്രം. അതൊരു യു പി സ്കൂളായിരുന്നു. ആ യു പി സ്കൂളിൽ പീരീഡ്സ് ആയത് എനിക്ക് മാത്രമായിരുന്നു. എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറും കൂടിയായിരുന്നു. അപ്പം എനിക്ക് വയ്യ. ഓക്കെ, പറയാം. ആ സമയത്ത് സിക്സ്ത്തിൽ പഠിക്കുമ്പോഴാണോ സെവൻത്തിൽ പഠിക്കുമ്പോഴാണോ എന്നെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മൾ മൈസൂർ ഊട്ടിയിലേക്ക് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോയായിരുന്നു. ടീച്ചേഴ്സും ഉണ്ട്, എല്ലാ സ്റ്റുഡൻസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ 2 ഗേൾസേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് പേര്. അവൾ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ചെന്നില്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക്. ഈ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതായിട്ടില്ല. ആ ടൈമിൽ അങ്ങനെ ടൂർ പോയ സമയത്ത് ഒരുപാട് ജീപ്പിലൊക്കെ പോയി പിന്നെയാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലേക്ക് കയറിയത്. ആ ടൈമിൽ ജീപ്പിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിലേക്ക് കയറുമ്പോഴത്തേക്കും എനിക്ക് ഈ സംഭവമായി. കാരണം ആ ഡേറ്റൊന്നും അല്ല, ആ ഡേറ്റിലൊന്നും അല്ല ആകേണ്ടിയിരുന്നത്. ആണോന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അല്ല. എന്നിട്ട് ഞാനിത് ആരോടും പറഞ്ഞൊന്നുമില്ല. വളരെ രഹസ്യമായി തന്നെ വെച്ചു. കുറച്ചെല്ലാം ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ, സാരമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇരുന്നിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും എന്താണ്, ബസ്സിൻ്റെ സീറ്റ് ഫുൾ. അങ്ങനെയാണ് ഞാൻ അന്ന് അനുഭവിച്ച വിഷമം. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം അമ്മയും. അന്ന് ആ ടൂറിൽ ഞാൻ എവിടെയും സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി നടന്നൊന്നുമില്ല. ബസ്സിൽ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മാനസിക പ്രയാസവും ശാരീരിക പ്രയാസവും വിഷമവും സങ്കടം എനിക്കറിയാൻ പാടില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു സീരീസ് ഓഫ് എക്സ്പീരിയൻസ് അങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ ഓർക്കുന്നത്, ഞാൻ ടി ടി സി ചെയ്തിരുന്നു 2012-14 ആ സമയത്ത് ഞാൻ ടി ടി സി ചെയ്തിരുന്നു. ആ സമയത്ത് ഡെയിലി സാരി ആയിരുന്നു. ഇപ്പോൾ സ്കൂളിൽ ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് ഈ പീരീഡ്സ് ആയ സമയം സാരി എന്ന് പറഞ്ഞാൽ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ സാരി ആയിരുന്നു അത്. സാരിയിൽ വരെ എത്തി, പുറകിൽ ഫുള്ളായി. അപ്പം എന്ത് ചെയ്തു, സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ സാരി മറിച്ചു കൊടുത്തു. മീൻസ് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്ത് മാറ്റി ഉടുത്ത് അണ്ടർ സ്കേർട്ടൊക്കെ മാറ്റി തിരിച്ചിട്ട് ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ബസ്സിൽ കയറിയില്ല. ബസ്സിൽ കയറാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന സമയത്ത് നല്ല ഒരു കാറ്റും മഴയും വന്നു. ഞങ്ങൾ നിന്നുകൊണ്ടിരുന്ന ബസ് സ്റ്റോപ്പിൻ്റെ മേൽക്കൂര ഷീറ്റ് എന്തോ വലിച്ചു കെട്ടി അങ്ങനത്തെ എന്തോ ആയിരുന്നു, അത് പറന്നുപോയി. അപ്പോൾ കാറ്റും മഴയും. എൻ്റെ അവസ്ഥ ഇതാണ്, അതിൻ്റെ കൂടെ മഴയും കൂടി നനഞ്ഞു. പിന്നെ എന്നെ നിങ്ങൾ മറന്നേക്ക്. ബ്ലഡ്, മഴ. പിന്നെ ഞാൻ കയറിയ ബസ്സിൽ ഇഷ്ടംപോലെ സീറ്റും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. ഇരിക്കാതിരിക്കാനും പറ്റില്ല, കാരണം സീറ്റുണ്ട്, അവിടെ നിന്നും ആൾക്കാരൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഇരുന്നു. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആ ചേച്ചിക്ക് എൻ്റെ ആ അവസ്ഥ മനസ്സിലായതുകൊണ്ടായിരിക്കും അവരൊന്നും പറഞ്ഞില്ല. ഇതിലും കൂടുതൽ അനുഭവമുള്ളവരുണ്ടാവും അല്ലേ? ഞാൻ ഓർക്കുന്ന സംഭവങ്ങൾ ഓർക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷൂട്ട് ചെയ്താണ് ഈ വീഡിയോയിൽ ചേർത്ത് കാണിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ആ പീരിയഡ്സിൻ്റെ ഭീകരാവസ്ഥ ഞാൻ അനുഭവിച്ചത്. പിന്നെ +2 പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം വയറുവേദന വന്ന് ഭയങ്കര പ്രശ്നമായിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ്, വീട്ടിൽ നിന്ന് ഓട്ടോയും വിളിച്ച് എൻ്റെ സ്കൂളിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരെ പോയിട്ടുണ്ട്. അതുപോലത്തെ വയറുവേദന ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പീരിയഡ്സ് ആയിട്ട് രാവിലെ വയറുവേദന വരുമോ? വരില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ എത്തിക്കഴിഞ്ഞേ വരുള്ളൂ. രാവിലെ വയറുവേദന വരുവാണെങ്കിൽ നമ്മൾ ആ ദിവസം നമ്മൾ ലീവ് എടുക്കുമല്ലോ. അതാണ് അവസ്ഥ. എങ്ങനെയൊക്കെ സമൂഹത്തിൽ നമ്മളെ നാറ്റിക്കാവോ
അങ്ങനെയൊക്കെ നാറ്റിക്കാൻ ഈ പീരീഡ്സിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കേസിൽ എൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഒക്കെയാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. ഉം. അന്നും ഇന്നും എന്നും എനിക്കിതൊരു തലവേദനയാണ്. നിങ്ങൾക്കോ? പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഇത് വരുന്നതും പോകുന്നതും അറിയാൻ പാടില്ല. ഒരു പാഡ് യൂസ് ചെയ്താൽ മതിയായിരിക്കും അവർക്ക് ഡെയിലി ഒരെണ്ണം. ഞാനോ ഒന്നിങ്ങനെ 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 ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ വെച്ച് ഒരു മൂന്നും നാലും അഞ്ചും എണ്ണമാണ് അന്നും ഇന്നും യൂസ് ചെയ്യുന്നത്. എനിക്കറിയില്ല അതെന്താ ഇങ്ങനെയെന്ന്. ഹും. പിന്നെ ബസ്സിൽ യാത്ര ചെയ്താൽ എന്തായാലും അപ്പുറത്തിരിക്കുന്നയാൾക്ക് അറിയാൻ പറ്റും എനിക്കിതാണ്. കാരണം എൻ്റെ ദേഹത്തുനിന്ന് ബസ്സിലേക്കാവും എൻ്റെ ഡ്രസ്സിലേക്കാവും. ഞാൻ എന്തൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോയാലും ശരി, ഇതെൻ്റെ ദേഹത്ത് എല്ലാ മാസവും ആയിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന എക്സ്പീരിയൻസ്. ഞാൻ ഒരു കാലത്ത് ഇത് മടുത്തിട്ട് അമ്മയോട് ചോദിക്കായിരുന്നു, അമ്മ വല്ല ഇഞ്ചക്ഷനും കുത്തിയത് നിർത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തായിരുന്നു. എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് എനിക്ക് എത്രയോ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പീരിയഡ്സ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇതുപോലെ വല്ല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഫണ്ണി ഫണ്ണി തോട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ക്ലോട്ടൊക്കെ കയ്യിലെടുത്ത് ദൂരോട്ട് കളയുന്ന ആ ഒരു സെറ്റപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആർക്കും അതുപോലത്തെ തോന്നിയിട്ടുണ്ടോ? അതോ ഇതിക്കും മേലെ എന്തെങ്കിലും പറയാൻ മറക്കല്ലേ. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.